ഒരു ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കോടികളുടെ സ്വർണം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് പോലീസിന് കൈമാറുമോ? അല്ലെങ്കിൽ ആരും അറിയാതെ സ്വന്തം ജീവിതം മാറ്റാൻ ഉപയോഗിക്കുമോ? പക്ഷേ ആ സ്വർണം ഡേഞ്ചറസ് ക്രിമിനൽസിന്റെ ആണെങ്കിൽ അത് സ്വന്തമാക്കാൻ നിങ്ങൾ എത്ര ദൂരം പോകും? ഇതാണ് ഗോൾഡ് ലാൻഡ് എന്ന ഡ്രാമയുടെ കഥ. കിം ഹി ജു ഒരു എയർപോർട്ട് സെക്യൂരിറ്റി ഓഫീസർ ആണ്. അവളുടെ ജീവിതം സാധാരണ രീതിയിൽ പോകുകയാണ്. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. പക്ഷേ അവളുടെ ബോയ്ഫ്രണ്ട് ലീ ഡു കിം ഒരു പൈലറ്റാണ്. പുറമെ എല്ലാം പെർഫെക്റ്റ് ആയതായി തോന്നുന്നുവെങ്കിലും അവൻ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ്. കടം കൂടിക്കൂടി വരുന്നു. അവൻ ഡെസ്പറേറ്റ് ആകുന്നു. അങ്ങനെ അവൻ ഒരു അപകടകരമായ ഡീലിൽ കുടുങ്ങുന്നു. ഒരു ക്രിമിനൽ സിൻഡിക്കറ്റിനു വേണ്ടി എയർപോർട്ട് സെക്യൂരിറ്റി ചെക്ക് ബൈപാസ് ചെയ്ത് ഒരു കോഫിൻ പാസ് ചെയ്യാൻ സഹായിക്കണം. അവൻ ഹി ജുയോട് സഹായം ചോദിക്കുന്നു. അവൾ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും സമ്മതിക്കുന്നു. ആദ്യത്തിൽ അത് ഒരു ചെറിയ സഹായം മാത്രമാണെന്ന് അവൾ കരുതുന്നു. പക്ഷേ പിന്നീട് അവൾ മനസ്സിലാക്കുന്നത് ആ കോഫിനുള്ളിൽ കോടികൾ വില വരുന്ന ഗോൾഡ് ബാർസ് ഉണ്ടെന്നതാണ്. അത് ഒരു സാധാരണ സ്മഗ്ലിംഗ് ആയിട്ടുമല്ല. അതിന് പിന്നിൽ വളരെ ഡേഞ്ചറസ് ആയ ആളുകളുണ്ട്. അവൾക്ക് ഒന്നും മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ലീ ഡു കിം അപ്രത്യക്ഷമാകുന്നു. അവൻ ജീവനോടെയാണോ മരിച്ചോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ക്രിമിനൽ ഗാങ് നേരിട്ട് ഹി ജുയെ പിന്തുടരാൻ തുടങ്ങുന്നു. കാരണം അവർക്ക് ആ ഗോൾഡ് തിരികെ വേണം. അതേസമയം ഒരു ഡിറ്റക്ടർ ഈ കേസിനെ അന്വേഷിക്കുന്നു. ഹി ജു ഇപ്പോൾ ഒരു വലിയ കുടുക്കിലാണ്. ഒരു വശത്ത് ക്രിമിനൽസ്, മറ്റൊരു വശത്ത് പോലീസ്, ഇടയിൽ കോടികളുടെ സ്വർണം. ഇപ്പോൾ അവളുടെ മുന്നിൽ ഒരു തീരുമാനം മാത്രം. ആ ഗോൾഡ് കൈമാറി രക്ഷപ്പെടണോ, അല്ലെങ്കിൽ ജീവിതം തന്നെ മാറ്റാൻ അത് സ്വന്തമാക്കണോ? പക്ഷേ ഗ്രീഡ് മനുഷ്യനെ പതിയെ മാറ്റി തുടങ്ങുന്നു. ഹി ജുയും മാറുന്നു. ആദ്യത്തിൽ പേടിച്ചിരുന്ന അവൾ പതിയെ ബോൾഡ് ആകുന്നു. സർവൈവ് ചെയ്യാൻ അവൾ ലൈ ചെയ്യുന്നു, ബെട്രേ ചെയ്യുന്നു, വഞ്ചിക്കുന്നു. അവൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളായി മാറുന്നു. ഇവിടെയാണ് ഡ്രാമ കൂടുതൽ ഇന്റൻസ് ആകുന്നത്. കാരണം ഇത് വെറും ക്രൈം ത്രില്ലർ അല്ല. മണി, പവർ, ഫിയർ ഇവ മനുഷ്യനെ എങ്ങനെ മാറ്റുന്നു എന്ന സൈക്കോളജിക്കൽ ജേർണിയാണ്. ഓരോ എപ്പിസോഡും സസ്പെൻസ് നിറഞ്ഞതാണ്. ആരെ വിശ്വസിക്കണം എന്ന് ഒരിക്കലും മനസ്സിലാകില്ല. ഫ്രണ്ട് എന്ന് തോന്നുന്നവർ പോലും ബെട്രേ ചെയ്യും. എനിമി എന്ന് കരുതുന്നവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. ട്വിസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത്. പാക് ബോ യങ്ങിന്റെ പെർഫോമൻസ് ഈ ഡ്രാമയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് ആണ്. ഇന്നോസെന്റ് ആയ ഒരു പെൺകുട്ടിയിൽ നിന്ന് സർവൈവലിനായി ഫൈറ്റ് ചെയ്യുന്ന സ്ട്രോങ് വുമനായി മാറുന്നത് അവൾ വളരെ നാച്ചുറലായി അവതരിപ്പിക്കുന്നു. സിനിമാറ്റോഗ്രഫി ഡാർക്ക് റിയലിസ്റ്റിക് ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓരോ സീനിന്റെയും ടെൻഷൻ കൂട്ടുന്നു. എൻഡിംഗ് വരെ ഡ്രാമ അൺപ്രഡിക്റ്റബിലിറ്റി നിലനിർത്തുന്നു. അവസാനം ഒരു വലിയ ചോദ്യം മാത്രം ബാക്കി വെക്കുന്നു. ഗോൾഡ് ശരിക്കും ജീവിതം മാറ്റുമോ, അല്ലെങ്കിൽ അത് മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുമോ? ഗോൾഡ് ലാൻഡ് ഒരു അണ്ടർറേറ്റഡ് ഡാർക്ക് ത്രില്ലർ ആണ്. ക്രൈം, മിസ്റ്ററി, സസ്പെൻസ്, സൈക്കോളജിക്കൽ ഡ്രാമ ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പവർഫുൾ എക്സ്പീരിയൻസ് ആണ്. 걷다가 그만큼 본 적 있어? 기분 좋잖아. 근데 나 뺏기고 나랑 살아남는다면 나 싫어. 그냥 죽는 게 낫지. 넌 금괴 포기하고 살 수 있어?